பாவியை குறித்து பயப்படேண்டாம். சதிசவாக்கியம் 27:1. ரெண்டாமது பைபிள் நம்ம படிப்பிக்கிற நீ ஒற்றைக்கொரு மனுஷன், നിന്റെ വീട്ടിൽ കുടുംബത്തിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു വിശ്വാസി, നിന്റെ പ്രവർത്തന മേഖലയിൽ ഞാൻ ഒറ്റയ്ക്ക്, ഈ സമൂഹത്തിൽ എൻ്റെ കുടുംബം ഒറ്റയ്ക്ക്, ഞാൻ ഏകൻ, ഞങ്ങൾ കുറച്ചു പേരാണ് ഈ ദേശത്തിൽ വിശ്വാസികൾ എന്ന് നീ ഭയപ്പെടേണ്ട ദൈവമക്കളെ. ബൈബിൾ വാഗ്ദത്തം നൽകുന്ന ലൂക്കോസ് സുവിശേഷം 12:32 ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട. ആമേൻ. ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ടാം. ഒന്ന്, നാളെയെക്കുറിച്ച് നീ ഭയപ്പെടേണ്ടാം. രണ്ട്, ചെറിയ ആട്ടിൻകൂട്ടമേ നീ ഭയപ്പെടേണ്ട. കർത്താവ് നൽകിയ വൻ ഉത്തരവാദിത്വം കൂടാര പണി ചെയ്ത് വലിയ മുതലോട് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സ്പർശനം വൃത്തിയായി സമ്പൂർണമായി പ്രാപിച്ചെടുത്ത് പഠിത്തത്തിൽ മേധാവിത്വവും കേമനും വലിയ മനുഷ്യനുമായ പൗലപ്പോസ്തലൻ മനുഷ്യന്റെ മുഖം നോക്കാതെ സ്വർഗത്തിൻ്റെ ശബ്ദം കേട്ട് അപ്രകാരം ഒട്ടും കൂട്ടാതെ കുറയ്ക്കാതെ വിളിച്ചു പറഞ്ഞപ്പോൾ പൗലോസിനെ ഒറ്റയ്ക്കാക്കി, പൗലോസിനെ തനിച്ചാക്കി, പുൽപിറ്റിൽ നിന്ന് പിടിച്ചിറക്കി ആലയത്തിൽ ഇട്ട് ഇഴുത്ത് വാതിൽ തുറന്ന് പുറത്താക്കി. പട്ടണം ഇളകി, പട്ടാളമും ഇളകി. അപ്പോസ്തലർ 21:30, അപ്പോസ്തലർ 21:31, അപ്പോസ്തലർ 21:32 ഈ വചനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. He was shut out of the temple. They closed the door. The whole city was moved. The military camp was alarmed. സഹസ്രാധിപൻ ഓടി വന്ന്, ചീഫ് ക്യാപ്റ്റൻ, പട്ടണം ഇളകി, പട്ടാളമും ഇളകി. സുവിശേഷം അറിയിക്കുന്ന, സത്യ സുവിശേഷം അറിയിക്കുന്ന പൗലോസ് ഒറ്റയ്ക്കായി ഭയപ്പെട്ട് 40 ആളുകൾ. അപ്പോസ്തല പ്രവൃത്തികൾ 23:12 40 കള്ള ഭക്തന്മാർ രാത്രി പകൽ വെള്ളം പോലും കുടിക്കാതെ 40 നാളുകൾ പൗലോസിന്റെ ജീവന് കൊള്ളയിടുവാൻ ഉപവസിച്ചു. ശരിക്കും പൗലോസ് ഒറ്റയ്ക്കായി. അന്നാണ് സ്വർഗം തുറന്ന് അർദ്ധരാത്രിയിൽ പൗലോസിന്റെ മുമ്പിൽ കർത്താവ് ഇറങ്ങി, മകനെ നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ ധൈര്യപ്പെടുക. ഇവിടെ ചെയ്തതുപോൽ റോമാപുരിയിൽ നിനക്കൊരു സുവിശേഷമുണ്ട്, നിനക്കൊരു പ്രവർത്തനമുണ്ട്. You are not alone. I am with you. നീ ഭയപ്പെടേണ്ട. ഒരു മനുഷ്യനെ കുറിച്ച് നീ ഭയപ്പെടേണ്ട. അവൻ വെറും മാംസഭുജം. നിന്നോട് കൂടെ ഞാൻ ഉണ്ട്. എത്ര പേർ നിന്നെ ചുറ്റും വന്ന് ഉപരോധിച്ചാലും ആളുകളെക്കാൾ അധികം ദൂതന്മാരുടെ സേന നിന്നെ ചുറ്റും ഞാൻ നയിച്ച് നിന്നെ സംരക്ഷിക്കും. ഇത് പൗലോസിന് മാത്രമുള്ളതല്ല. യേശുവിനെ കെട്ടിയായി പിടിച്ച് നീ ജീവിച്ചാൽ ഈ വാഗ്ദത്തം നിനക്കും എനിക്കുമുള്ളതാണ്.
35 ആണ്ടുകാല കർത്താവിൻ്റെ ജീവിതത്തിൽ കർത്താവിനോടൊപ്പമുള്ള വേലയിൽ ഇടക്കാട്ടിലും ഭയങ്കര പ്രവർത്തനങ്ങൾ സ്വർഗത്തിലെ ദൈവം ഈ പുഴുവിന് ചെയ്ത് മാനിച്ചിട്ടുണ്ട്. ആ കർത്താവ് നിന്നോടുണ്ട്. നിന്റെ കണ്ണുനീർ തുടയ്പ്പാൻ. നീ ഏകനല്ല, നീ ഒറ്റയ്ക്കല്ല, നീ ചെറിയ കൂട്ടമല്ല, നിന്റെ കുടുംബം ചെറിയ കൂട്ടമല്ല. 12 ആളുകൾ, 12 പ്രഭുക്കന്മാർ കനാൻ ദേശത്തിൽ ഈ സഭ കാൽപടിക്ക് മുമ്പ് ഒറ്റുനോക്കുവാൻ ദൈവം അയച്ചു. അതിൽ ഒരേ ഒരു മനുഷ്യൻ, the Bible says all other people brought the evil report. ദുർവർത്തമാനം, ദൈവത്തെ ചെറുതാക്കി കൊച്ചാക്കിയുള്ള വർത്തമാനം. കാലേബ് മാത്രം ഉള്ളിൽ ചൂടുള്ളവനായി ആത്മനിറവുള്ളവനായി കൽപ്പിക്കുന്നു, സാക്ഷീകരിക്കുന്നു. അങ്ങനെ പറയരുതേ. പട്ടാളുകളും സാക്ഷി പറയുന്നു, നമുക്ക് അത് അസാധ്യം. ആ പട്ടണത്തിൽ പോയി അത് കൈക്കൊള്ളുന്ന അസാധ്യം. അവരുടെ മുമ്പിൽ അവർ മല്ലന്മാർ, അവരുടെ മുമ്പിൽ നാം വെട്ടുക്കിളികൾ പോലെ. കാലേബ് ഉച്ച സ്വരത്തിൽ നിലവിളിക്കുന്നു, അങ്ങനെ പറയരുതേ. We will go and conquer the land. നമുക്ക് ചെന്ന് ആ പട്ടണം കൈവശമാക്കാം. കാരണം അവരിൽ ഉള്ളവനേക്കാൾ നമ്മുടെ ദൈവം വലിയവനല്ലോ. നാം ചെറിയ കൂട്ടമെങ്കിലും ദൈവം വലിയവനാണ്. ചെറിയ കൂട്ടമേ, ചെറിയ ആട്ടിൻ കൂട്ടമേ, നീ ഭയപ്പെടേണ്ട. കാലേബിനെ പോലെ ഒറ്റയ്ക്കാണോ? പൗലോസിനെ പോലെ നീ ഒറ്റയ്ക്കാണോ? 38 ആണ്ടുകാലം ദീനം പിടിച്ചു. ആമേൻ. നിന്നെ കാണാത്ത ദൈവമാണോ? നിന്നെ മാത്രം കാണാത്തവനാണോ? യോഹന്നാൻ 5:6 അങ്ങ് കപ്പർനഹൂമിൽ നിന്ന് യേശു ബെതസ്ത കുളത്തിൽ കിടക്കുന്ന ഈ 38 വർഷ രോഗിയെ കിടന്നവന് യേശു ഇവനെ കണ്ട് അവൻ്റെ അടുക്കൽ പോയി. ഇപ്പൊ ഇവന്റെ പ്രശ്നം, ഇവന്റെ രോഗം അല്ലവയല്ല, ഏകാന്തത. എനിക്കാരുമില്ല. യോഹന്നാൻ 5:7 എൻ്റെ ലോകമല്ല പ്രശ്നം, എനിക്കാരുമില്ല. കർത്താവ് അരുളി ചെയ്യുന്ന ചെറിയ ആട്ടിൻ കൂട്ടമേ, നീ ഭയപ്പെടേണ്ട. നെബൂഖദ്നേസർ, ദ പവർഫുൾ കിങ്, ലോകം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ രാജ്യത്വം, ഏറ്റവും ഭയങ്കര ബലപ്പെട്ട രാജ്യത്വം, ദ കിങ്ഡം ഓഫ് ബാബേൽ. അതിൻ്റെ തലമൂത്ത രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, എന്നോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ഒരു ദേവനോടോ ഒരു മനുഷ്യരോടോ എൻ്റെ അതിർത്തിയിലുള്ള ആരും വാ തുറന്ന് പ്രാർത്ഥിച്ചു പോകരുത്. ഗവർണർമാർ, പ്രസിഡന്റുമാർ, രാജകുമാരന്മാർ, മജിസ്ട്രേറ്റുമാർ, എന്തിന് ദേശത്തിലുള്ള സർവാളുകളും മുട്ടുവറച്ചു രാജാവിൻ്റെ ഭാഗത്തിൽ വന്ന് സല്യൂട്ടടിച്ചു. They all obeyed. എല്ലാവരും അനുസരിച്ച്. ഒരേ ഒരുവൻ മാത്രം ഉള്ളിലെ അഗ്നി ഉള്ളവൻ, അവൻ്റെ പേര് ദാനിയേൽ. രാജാവേ, ഇതിന് എന്നെ കിട്ടത്തില്ല. അവൻ ഓടി എന്നും പ്രാർത്ഥിക്കുന്ന സ്ഥലം അവൻ പോയി മുട്ടുകുട്ടി. അതിനു മുമ്പ് ആ പ്രാർത്ഥന മുറിയുടെ കിളിവാതിലുകൾ തുറന്നിട്ടവൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ അർത്ഥം കാണുന്നവൻ കണ്ടോ, രാജാവേ, ഇനിയും ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കും. ആമേൻ. അവനെ സംരക്ഷിക്കുവാൻ സ്വർഗം ഇറങ്ങി വന്ന് അത്ര സിംഹത്തിൻ്റെ വായയും അടച്ചിക്കളഞ്ഞു. ആമേൻ. He's burdened over you. അവന് നിന്റെ മേൽ അവന് കരുതലുണ്ട്. നിന്റെ മേൽ നിന്നെ സംരക്ഷിക്കുവാൻ, നിന്നെ അനുഗ്രഹിക്കുവാൻ, നിന്റെ കുടുംബജീവിതത്തിൽ സമാധാനം തരുവാൻ,
നിന്റെ പഠിത്തത്തിന് യോഗ്യമായ ഉദ്യോഗത്തിൽ നിന്നെ കയറ്റുവാൻ, തക്ക സമയത്ത് വിവാഹം നടത്തി തരുവാൻ, കുഞ്ഞുങ്ങളെ തരുവാൻ, ആരോഗ്യം തരുവാൻ, പഠിത്തം തരുവാൻ, നല്ല റാങ്ക് തരുവാൻ എൻ്റെ ദൈവത്തിന് നിന്റെ മേൽ ഒരു പദ്ധതി ഉണ്ട്. അവന് വേണ്ടി ദൈവം ഇറങ്ങി. ഒറ്റയ്ക്കും ഭയപ്പെടാതെ ദൈവത്തിന്റെ സാക്ഷിയായി നിന്ന് ദാനിയേലിന് വേണ്ടി ദൈവത്തിന്റെ കരം ഇറങ്ങി. സിംഹത്തിന്റെ വായ അവൻ അടച്ച് അവൻ ഉറങ്ങി. അവനെ ഇട്ട രാജാവിന് ഉറക്കം കെട്ട്. ദിസ് ഈസ് മൈ ഗാഡ്. ഇതാണ് എൻ്റെ ദൈവം. അവൻ അറിഞ്ഞുകൊള്ളുക. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. കർത്താവ് പോകുമ്പോൾ തന്ന വാഗ്ദത്തം യോഹന്നാൻ 14:18, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഞാൻ നിങ്ങളുടെ അടുക്കൽ വരും. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. ഒറ്റയ്ക്കായി, വീട്ടിൻ്റെ അകത്ത് ഒറ്റയ്ക്കായി ഭയപ്പെടേണ്ട. Never you are alone. Jesus shall be there. നീ ദൈവസന്നിധിയിൽ വചനം വായിച്ച് കരയുന്ന ആളായിരുന്നാൽ നീ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നീ മുട്ടുകുത്തും മുമ്പ് അവൻ നിന്റെ മുമ്പിൽ അവിടെ കാണും. റഗ്ഗ ലഞ്ചന ഷാലദൻ ധനദബ റംബ റഷല ധനദബ റഗ്ഗാല ദന്തനദബ. ഏകാന്തതയും ഒറ്റയ്ക്കുള്ള പേടിയും ഇപ്പോൾ വിട്ടുമാറുന്നു. ഉറക്കമില്ലാത്ത രാത്രികൾ വിട്ടുമാറുന്നു. ഞാൻ ഏകൻ എന്നുള്ള നിലവിളി ഇന്നോട് വിട്ടുമാറുന്നു. ടി 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 ടി. ഈ ഹാളിനകത്ത് മാത്രമല്ല, വെളിയിലുള്ള ഹാളിലും എല്ലാ ആളുകളിലും അഗ്നി ഇറങ്ങുന്നേ. ടി 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 ടി. അഭിഷേക ടി, അഭിഷേക ടി. കഷ്ട ദിവസത്ത് അവൻ ഏറ്റവും അടുത്ത തുണ. എങ്ങനെ? അവന് ഒരു പദ്ധതി ഉണ്ട് നിന്നെക്കുറിച്ച്. ഒരു കൂട്ടത്തെക്കുറിച്ചല്ല, ഓരോ ആളിനെക്കുറിച്ചും. എന്നെക്കുറിച്ച് എൻ്റെ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായി. അത് കർത്താവ് ഒട്ടും പിശകാതെ അവൻ നിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. നിന്നെക്കുറിച്ച് ഒരു പദ്ധതി ഉണ്ട്. ജെറേമിയ 29:11 ആ പദ്ധതി നിന്റെ തിന്മയ്ക്കായി അല്ല, നിന്റെ നന്മയ്ക്കായി. ആമേൻ. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് റോമർ 8:28 നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. അതിൻ്റെ അർത്ഥം നിന്നെ ലാക്കാക്കി വരുന്നതെല്ലാം നന്മ എന്നല്ല. അതിൻ്റെ അർത്ഥം വരുന്ന എല്ലാ അമ്പുകളെയും ഒടിച്ച് മുറിച്ച് 4 തുമ്പാക്കി അതിൻ്റെ നെറ്റ് ഫലം നിന്റെ നന്മയ്ക്കായി ദൈവം ചെയ്തെടുക്കും. അതാണ് പദ്ധതി. ആ പദ്ധതി എങ്ങനെ നിറവാക്കുന്നത്? തൻ്റെ വചനശക്തിയാൽ. ഐശ്യ 55:11 അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന വചനം അവൻ്റെ ഇഷ്ടം ചെയ്യാതെ വെറുതെ അത് മടങ്ങി വരാതെ ഏത് ഉദ്ദേശത്തോട് വചനം അവൻ അയച്ചുവോ അത് ചെയ്തെടുത്തിട്ടേ വചനം അത് ദൈവത്തിൻ്റെ അടുക്കൽ പോവുകയുള്ളൂ. ചെറിയ ആട്ടിൻകൂട്ടമേ, നീ ഭയപ്പെടേണ്ട. നാളത്തെ ദിവസത്തിൽ എന്തെല്ലാം നടക്കുമെന്ന് നീ അറിയുന്നില്ലല്ലോ. ആകയാൽ ഭാവിയെക്കുറിച്ച് നീ ഒട്ടും ഭയപ്പെടേണ്ട. ആമേൻ. മനോഹരമാം ശീയോനിൽ ഞാൻ വേഗം ചേർന്നിടും.
മാം സീയോനിൽ ഞാൻ വേഗം ചേർന്നിടും. എൻ ക്ലേശമാകെ നീങ്ങിപ്പോം അവിടെ എത്തുമ്പോൾ നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. നിത്യമാം സന്തോഷം പ്രാപിക്കും അന്നു ഞാൻ. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. എൻ ശത്രു വീണടു എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ആനന്ദം കൂടിടും സാനന്ദം പാടിടും. ശ്രീയേശു രാജൻ മുമ്പാകെ. നമ്പർ 3, മൂന്നാമത് ആവർത്തനം 1:17. അവിടെ അതൊരു വലിയ വചനം, ആവശ്യമായ ഭാഗം. മനുഷ്യനെ നീ ഭയപ്പെടരുത്. മനുഷ്യന് നീ ഭയപ്പെടരുത്. ഫിയർ നോട്ട് മെൻ. എന്തിന്? മനുഷ്യനെക്കുറിച്ച് ജ്ഞാനികൾക്കെല്ലാം ജ്ഞാനിയായ മഹാൻ സദൃശവാക്യം 29:25 എഴുതുന്നു, മനുഷ്യ ഭയം ഒരു ഗണി ആകുന്നു. ഇറ്റ് ഈസ് എ സ്നേർ. ഇറ്റ് ഈസ് എ സ്നേർ. ദൈവം അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലം ഏവൻ. ഞങ്ങളുടെ വിലാസം: മിനിസ്ട്രി ഓഫ് ജീസസ്, പ്രയർ ഗാർഡൻസ്, പോസ്റ്റ് ബോക്സ് നമ്പർ 20, ഹോസ്പിറ്റൽ ജംഗ്ഷൻ, നെയ്യാറ്റിങ്കര 695121, തിരുവനന്തപുരം. ഫോൺ നമ്പർ 0471 222 0100.